പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത് സൗഹൃദത്തിലേക്ക് എത്തിയതിൻ്റെ തുടർച്ചയെന്നോണം ഒരു സഹോദരി ആ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ നിറയുകയുണ്ടായി. അതിനെ തുടർന്ന് കുറേ ആളുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ തെറി വിളിച്ചു, അതിനെ വിളിച്ചു, മറ്റേത് വിളിച്ചു, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറേ കമൻറ്റുകളുമൊക്കെ ഒരാൾ എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തന്നു. അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സംഗമം ഏതു തന്നെ ആയാലും സംഗമിക്കുന്നവർക്ക് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യവും വ്യക്തതയും അതിൻ്റെ അതിർവരമ്പുകളും സംഭവ്യമായതും സംഭവിക്കുന്നതിൻ്റെയും സാധ്യതകളെ സംബന്ധിച്ചും നല്ല യാഥാർത്ഥ്യബോധം പരസ്പരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊന്നും വേണമെന്നില്ല, യാത്രാ സംഗമമോ ജംഗ്ഷൻ സംഗമമോ ഏത് സംഗമമായാലും മതി, അതൊക്കെയും ഇതുപോലെ അപകടത്തിൽ ചെന്ന് പതിക്കുക സ്വാഭാവികമാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സ്വതവേ നമ്മൾ പറയുന്ന പഴയ കേട്ടിട്ടുള്ളൊരു മലയാളം കവിതയുണ്ട്. കരുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ എന്ന് തുടങ്ങുന്ന ഒരു കവിവചനമുണ്ട്. നമ്മുടെ മനസ്സിൽ കരുതുന്നതിൽ നിൽക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നൊരു സംഗതിയുണ്ട്. അതുകൂടാതെ വർത്തമാനകാല ജീവിതത്തിലെ പരസ്പര ധാരണയില്ലായ്മയുടെ ചില പ്രശ്നങ്ങളുമുണ്ട്. ജീവിതത്തിൽ ഏത് കാര്യവും തുടക്കം പോലെ തന്നെ എല്ലാ കാലത്തും അങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കും എന്ന് പറയുന്ന ഒരു സംഗതി കുടുംബജീവിതത്തിലും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അതിൻ്റെ തിളക്കവും പ്രകാശവുമൊക്കെ കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കും. ആ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോഴും ആ പരസ്പര ധാരണയുടെ തലം അത് പരസ്പരം പങ്കുവെച്ച് അങ്ങനെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമ്മൾ സാധാരണ വിമാനം പോലും പറന്നുയർന്നാൽ പിന്നെ ഉയർന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ ലെവലിൽ വന്ന് ഇങ്ങനെ സെറ്റിൽ ചെയ്യാറുണ്ട്. അതെല്ലാത്തിലുമുണ്ട്. നമ്മൾ പുതിയ ഒരു വീട് വെച്ച് അതിലേക്ക് പാല് കാച്ചി കയറുമ്പോഴേക്ക് ആദ്യ ദിനങ്ങളിലെ സന്തോഷവുമൊക്കെ പിന്നീട് സ്വാഭാവികതയിൽ അങ്ങ് ലയിച്ചു പോകാറുണ്ട്. അങ്ങനെ അങ്ങ് സ്വാഭാവികതയിലേക്ക് പോകുമ്പോഴും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതെൻ്റെ വീട്, ഞാൻ കഷ്ടപ്പെട്ട് വെച്ചത് എന്നൊക്കെ പറയുന്ന ചില ചിന്തകളോ അല്ലെങ്കിൽ വീടില്ലാത്തവരെക്കുറിച്ചുള്ള ഓർമ്മകളോ അത്തരം ചില കാര്യങ്ങൾ വേണം നമ്മുടെ സ്വാഭാവികതയ്ക്ക് നിറം പകരാൻ. കുടുംബജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശമുള്ളത്, ഈ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ അവരെ ഒട്ടും കരുതാതെ, അവരെ ശ്രദ്ധിക്കാതെ, ഒന്നെങ്കിൽ ഭയങ്കര കൊതിയനായി അല്ലെങ്കിൽ ഭയങ്കര കുടിയനായി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന കുറേ ആളുകളുണ്ട്. അവിടെയൊക്കെ ഈ പങ്കാളി എന്താണ് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അവരെ കരുതുന്നുണ്ടോ, അവരെ ഉൾക്കൊള്ളുന്നുണ്ടോ, ഇത്തരം സംഗതികളൊന്നും പരസ്പരം ശ്രദ്ധിക്കാറേയില്ല, പരസ്പരം കാണാറേയില്ല. അപ്പോൾ എന്തു ചെയ്യും? അതിൻ്റെ ഫലമായി വിശ്വാസമെന്ന് തോന്നുന്ന ചില ഇടങ്ങളിലേക്ക് മനുഷ്യൻ മാനസികമായി അടുക്കും. ആ മാനസികമായ അടുപ്പം സ്ഥാപിക്കുമ്പോഴും പരസ്പരം ഇത് രണ്ടും ടോക്സിക് അല്ല, അപകടകരമല്ല എന്നുള്ള ബോധ്യം ഉറപ്പുവരുത്തേണ്ടത് ഈ സംഗമിക്കാൻ പോകുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ടോക്സിക് ആണ് എന്നുള്ളൊരു ഫീലിംഗ് വന്നാൽ ആദ്യമേ തന്നെ ആ വഴി മാറി സഞ്ചരിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സംഗമിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഇറങ്ങുമ്പോൾ തന്നെ ആ റിയാലിറ്റിയുടെ പ്ലെയിനിൽ നിന്ന് അല്പം പോലും വ്യതിചലിച്ച് പോകാതെ ശ്രദ്ധിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമല്ലോ, എവിടെ നിന്നോ ഇറങ്ങി അവിടെ എത്തിയതുമില്ല എന്ന് പറയുന്നത് പോലെ പ്രതലത്തിൽ നിന്ന് പ്രണയവും അല്ലെങ്കിൽ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും റൊമാൻസും ഒക്കെ കത്തി മുകളിലേക്ക് പൊങ്ങിയത് ആ പ്രണയലക്ഷ്യമാകുന്ന അമ്പിളിമാമനിലെ തൊടാനാണ്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് അമ്പിളിമാമൻ അങ്ങോട്ട് അകന്നു പോകുന്നു. അപ്പോഴത്തേക്ക് രണ്ടുമില്ലാത്തൊരു സ്ഥിതി വരുന്നു, തലയടിച്ച് വീഴുന്നു എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും. ഇവിടെ ആ റിയാലിറ്റി ഉൾക്കൊണ്ട് വേണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ. അതിനപ്പുറത്ത് ഇത് പലതും സംഭവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്ക് എത്തുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യസാധനത്തിനായി അവർ ഏതു തരം ഉറപ്പും കൊടുക്കും. ആ ഉറപ്പ് അവിടം വരെ ഉണ്ടാവുള്ളൂ. ആ ഉറപ്പിലെ യാഥാർത്ഥ്യം അത് എൻ്റെ വ്യക്തിത്വത്തെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കുന്നതാണോ എന്ന ബോധ്യം മറുവശത്ത് വേണം. മറുവശത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ആത്മാർത്ഥമായാൽ പിന്നെ അന്ധമായ ആത്മാർത്ഥതയിൽ അങ്ങ് വഴിമാറി തലകുത്തി മറിഞ്ഞു പോയാൽ ഈ പറയുന്ന സംഗതി എങ്ങും എത്താതാവും. അതിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ, ഭയങ്കരമായി പ്രണയിച്ചിങ്ങനെ കയറി വന്നിട്ട് നിന്നെ കെട്ടിക്കോളാം, നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയ്ക്ക് ചോദിച്ചാൽ മതി, അങ്ങനെ ആണെങ്കിൽ രാവിലെ ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ, പെട്ടിയൊക്കെ ആയെന്ന് അതിൻ്റെ തുടക്കത്തിലേ ചോദിച്ചാൽ അപ്പുറത്തറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. ഇങ്ങനെ ഒന്നുമല്ലാതെ ഇത് സഞ്ചരിച്ച് വഴിമാറുമ്പോഴാണ് ഈ ദുരന്തത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ കാണുന്നത്
പണ്ടെന്നോ ഒരുമിച്ച് പഠിച്ചതിൻ്റെ അണയാത്ത നിലയ്ക്കാത്ത പ്രണയപ്രവാഹമൊക്കെ ഉള്ളിലുണ്ടാവാം. പക്ഷേ അതൊക്കെ ഒരു പഴയ കാലം. നമ്മൾ കലാഭവൻ്റെ ഏതോ ഒരു മിമിക്സ് പരേഡിൽ പണ്ട് പറയുന്നത് പോലെ സ്വർഗത്തിൽ വെച്ച് നസീറിനെ കാണുമ്പോൾ ഇനി അങ്ങോട്ടൊന്നും നാട്ടിലേക്ക് വരണ്ട, അന്ന് പിടിച്ചുകൊണ്ട് പാടിയ ആ മരമൊക്കെ വെട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത് പോലെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സ്റ്റേജ് കടക്കുമ്പോഴും ചില മരങ്ങൾ മുറിച്ച് കളയേണ്ടതുണ്ട്. എന്നും ആ മരം അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ചിന്തകളാണ് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്. അല്ലാതെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ തെറി പറഞ്ഞതുകൊണ്ടോ അത് കൂടിയത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. അങ്ങനെ കൂടുന്നത് കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളോ ഉപകാരങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുമാണ് ഇക്കാര്യത്തിൽ സൂക്ഷിക്കേണ്ടത്.